യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇരുന്ന് കാണുന്ന അതേ സംവിധാനത്തോടെ കാണാനുള്ള ഒരു സംവിധാനമാണ്. ഈ റേസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത്രയും ഒരു വലിയ പരിപാടിയാണ് നടക്കാൻ പോകുന്നത് സത്യത്തിൽ അറിയില്ല. ഇൻഫാക്ട് ദുൽഖറിനും ഫഹദിനും പകരമാണ് ഞാനും സഞ്ജിതും ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് പൂനെയിലാണ് ഷൂട്ട് ചെയ്തത്. പൂനെയിൽ ഷൂട്ട് ചെയ്തതിലും ഗംഭീരമായിട്ടാണ് ഇന്ന് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഫൈനലാകുമ്പോൾ എനിക്ക് ഉറപ്പ് കാണുന്ന വണ്ടി ഓടിച്ചു കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും നമ്മുടെ ഈ ഒരു ബോൾഗാട്ടി പാലസിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ MLA എത്തിയിട്ടുണ്ട്, ചെയർപേഴ്സൺ എത്തിയിട്ടുണ്ട്, ഫിലിം ആർട്ടിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കിടിലൻ പരിപാടിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇവന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇതുവരെ കേരളത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇവൻ്റാണ് ഇന്ന് നമ്മളെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ പല ഭാഗത്ത് നടക്കുന്ന റേസിൻ്റെ 6ാമത്തെ റൗണ്ട്, അതായത് ഫൈനൽ റൗണ്ടാണ് നവംബർ 30 കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. ഈ റേസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 15,000 ആളുകൾക്ക് ഇരുന്ന് കാണുവാനുള്ള സീറ്റിംഗ് സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു റേസ്, അതും ഒരു നൈറ്റ് റേസ് ഇവന്റ്. ഇപ്പോൾ നമ്മളിങ്ങനെ പകലിരുന്ന് പൊടിയൊന്നും പിടിച്ച് വെയിലൊന്നും കൊണ്ട് കാണേണ്ട ഒരു സാഹചര്യമല്ല. നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇരുന്ന് കാണുന്ന അതേ സംവിധാനത്തോടെ കാണാനുള്ള ഒരു സംവിധാനമാണ് ശ്യാം സാർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ അത്ലറ്റ്സിനാണ് നമ്മളിവിടെ ഒരു ഫ്രീ സ്റ്റൈൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അതായത് ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നുള്ള നല്ല ഇൻ്റർനാഷണലി ഒരുപാട് അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുള്ള നല്ല അത്ലറ്റ്സുകൾ FMX ഫ്രീ സ്റ്റൈൽ ഷോ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. 6ാമത്തെ റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഫാക്ടറി റൈഡേഴ്സ്, ഇപ്പോൾ TVS പോലത്തെ, ഹീറോ പോലത്തെ, KTM പോലത്തെ ഇവരെല്ലാം ഈ ഒരു പോയിന്റ് ലീഡിൽ വളരെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഡു ഓർ ഡൈ സീനാണ്. ബിക്കോസ് എല്ലാവർക്കും നാഷണൽ ചാമ്പ്യൻ ആവണം എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് ഓരോ ബ്രാൻഡുകൾക്ക്. അതുകൊണ്ട് ഈ ടീമിൻ്റെ വാശിയേറിയ മത്സരം നമുക്ക് ഈ നവംബർ 30 കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു ഇവന്റ്, ഈ ഒരു മീറ്റപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ള കൈർലി TMT ആണ്. പാലിഷ കല്ലിയത്ത് കൈർലി TMT എന്ന് പറയുന്നത് പരിപാടിയായിട്ട് കൈർലി TMT നമ്മളെ പാലിഷിനെ വിളിച്ചു കഴിഞ്ഞാലും മുൻപും പിന്നും നോക്കാതെ അതിൽ മേലെ തന്നെ കൊടുത്തോളാൻ പറയും. അതിൽ പൈസ ഒന്നും നമുക്ക് പ്രശ്നമുള്ള കേസല്ല. അതിൽ ഇതിനോടുള്ള ഈ ഒരു പാഷൻ എന്നുള്ള സാധനം അതിനപ്പുറത്തേക്ക് സൗഹൃദം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗത്ത് നടത്താൻ സാധിക്കുന്നത്. MRFൻ്റെ ഈ ഒട്ടുമിക്ക ഇവൻറ്റുകളും ഓർഗനൈസ് ചെയ്യുന്നത് ശ്യാം സാറാണ്. ശ്യാം സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ്, അതായത് ഗോഡ് സ്പീഡ് റേസിംഗുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ബാനഡോസ് മോട്ടോർ സ്പോർട്സും അതുപോലെ തന്നെ KMA മോട്ടോർ സ്പോർട്സും കൂടെ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്യാം സാർ എന്താണ് ഈ ഒരു അടുത്ത പരിപാടിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്, നടക്കാൻ പോകുന്നത് ഉള്ളത് നിങ്ങളോട് പറയും. സോ വെൽക്കം ശ്യാം സാർ, പ്ലീസ്. You have to get the event here, and I'm sure we'll have a great event with the support of Bandidos and KMA. And I know for a fact that here in Kerala, how enthusiasm for motorsports is, and that is one of the reasons we have come here. എൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമായ ഇവിടെ നിന്നും ഈ റേസ് ആരംഭിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ ഈ സൂപ്പർ ക്രോസ് മോട്ടോർ സൈക്കിൾ റേസിംഗ് മത്സരം വളരെ സവിശേഷതയാർന്നതും പ്രതാപകരമായ ഒരു വിഭാഗമാണെന്ന് സ്പോർട്സ് രംഗത്ത് നിന്ന് എല്ലാവർക്കും അറിയാം. മൺപാതകളിലും ആർട്ടിഫിഷ്യൽ ആർക്കഡുകളിലും സജ്ജീകരിച്ച കഠിനമായ ട്രാക്കുകളിലൂടെ സഞ്ചരിക്കുന്ന ഈ മത്സരം, അതിൻ്റെ ധൈര്യം, ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ധൈര്യം, വേഗത, നിയന്ത്രണം എന്നീ കാര്യങ്ങളിലെല്ലാം ഈ റേസ് പ്രശസ്തമാണെന്ന് എല്ലാവർക്കും അറിയാം. കൊച്ചിയിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ആസ്വദിക്കാൻ കൂടി കഴിയുന്നൊരു സന്ദർഭമായി ഞാൻ കണക്കാക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ കർട്ടൻ റേസ് നിർവഹിച്ചതായി കൂടി. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. നമ്മുടെ KMAയുടെ നേതൃത്വത്തിലുള്ള ഷനൂക്ക, 2 വാക്ക് നമ്മൾ ഈ ഒരു പരിപാടിയെക്കുറിച്ചും വരാൻ പോകുന്ന പരിപാടിയെക്കുറിച്ചും പ്ലീസ്. വളരെ ബുദ്ധിമുട്ടിട്ട് കൊണ്ടുവരുന്ന ഷാംപൈന് ഇവിടെ ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ മാസം മഴ നമുക്ക് നടത്താൻ പറ്റാത്ത തരത്തിലാണ്. പക്ഷേ അതിനങ്ങനെയൊക്കെ നല്ല രീതിയിൽ നമുക്കിപ്പോൾ നമ്മൾ ട്രാക്കിൻ്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഷനൂക്ക പറഞ്ഞ പോലെ തന്നെ
വാൻഡിഡോസ് മോട്ടോർ സ്പോർട്സും KMAയും കൊച്ചിയിലെ ആളുകളും ഗോഡ് സ്പീഡും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ചരിത്ര നിമിഷമാക്കി മാറ്റാം. ഇനി ഇവിടുത്തെ നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള സുജിൽ ചേട്ടൻ പ്ലീസ് 2 വാക്ക്. കാരണം ഈ ചെയർമാന് വളരെ പ്രാധാന്യമുണ്ട്. ചെയർമാൻ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ്. പ്ലീസ് 2 വാക്ക്. പ്രിയമുള്ളവരെ, ഈ പരിപാടിക്ക് ആദ്യം ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ഒരു വലിയ പരിപാടിയാണ് നടക്കാൻ പോകുന്നതെന്നുള്ള സത്യത്തിൽ അറിയില്ല. ഇവിടെ ഒന്ന് കണ്ടപ്പോഴും അതുപോലെ തന്നെ 10,000 പേരോടെ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നടക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലനടയിലെ സിനിമയിലെ ഗുരുവായൂർ അമ്പലത്തിനകത്താണ് ഈ പറഞ്ഞ പരിപാടി നടക്കാൻ പോകുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം റേസിങ്ങിൽ നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ശരിയായിട്ടുള്ള റേസ് ഒട്ടുമിക്ക സിനിമയിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. 2014 തോന്നുന്നു ബാംഗ്ലൂർ ഡേയ്സ് എന്ന മൂവി നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് തള്ളിക്കയറിയത്. അതിൻ്റെ ആ ഒരു സിനിമയുടെ ഫ്ലോ എന്ന് പറയുന്നതും നമ്മളൊക്കെ ആ സമയത്ത് റേസ് ഓടിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ ഓടിക്കുമ്പോൾ പാടത്തും പറമ്പിൽ ഓടിക്കുന്നതായിട്ടാണ് നാട്ടുകാരും വീട്ടുകാരും കൺസിഡർ ചെയ്തത്. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ വന്നപ്പോഴാണ് ഇത് ഇത്ര പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കുട്ടികളായിരുന്നു നമ്മളടക്കം ഉള്ളത് എന്നുള്ളതും ഈ ഒരു ബൈക്കിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പം ഞാൻ അതിൻ്റെ സംബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അതുവരെ ഇതൊരു ബാഡ് ബോയ് ഇമേജും കച്ചറ പിള്ളേരായി നടന്നിരുന്ന നമ്മളടക്കം സമൂഹത്തിലേക്ക് ഒരു ഉന്നതത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് ആകാൻ സാധിച്ച ഒരു നല്ല സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ്. അതിൽ കോച്ചായിട്ടുണ്ടായിരുന്ന ബാംഗ്ലൂർ ഡേയ്സിലെ നമ്മുടെ സിജോയ് ചേട്ടൻ പ്ലീസ് 2 വാക്ക്. അതോടൊപ്പം തന്നെ അതേ സിനിമയിൽ തന്നെ നല്ലൊരു റോൾ ഉണ്ടായിട്ടുള്ള സാജിദ് കെ ഉണ്ട്. നമ്മളെ ഈ ഒരു റേസിന് ഇതിലും ആപ്റ്റായിട്ടുള്ള മറ്റ് നടന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ മുച്ചത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇൻഫാക്ട് ദുൽഖറിനും ഫഹദിനും പകരമാണ് ഞാനും സഞ്ജിതും ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവരുടെ ആശംസകൾ നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. സോ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദ ഓർഗനൈസേഴ്സ്. 30-ാം തീയതി നിങ്ങളെ എല്ലാവരെയും പോലെ ഞാനും സഞ്ജിതും ഒക്കെ കാത്തിരിക്കുന്നു. അവർ കാണട്ടെ. നമ്മുടെ നാട്ടില് ഇത് പൂനെയിലാണ് ഷൂട്ട് ചെയ്തത്. പൂനെയിൽ ഷൂട്ട് ചെയ്തതിലും ഗംഭീരമായിട്ടാണ് ഇന്ന് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും കൊണ്ട് ഇത് നമ്മളെല്ലാവരും മോട്ടോർ സ്പോർട്സും ഈ ഒരു മോട്ടോ ഹെഡ്സ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കാണേണ്ട, അവരുടെ ജീവിതത്തിൽ എപ്പോഴും മറക്കാൻ പറ്റാത്ത ഓർമ്മകളിലായി നിൽക്കേണ്ട ഒരു റേസാണ്. അതിനുവേണ്ടി കഠിനമായിട്ട് ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഭയങ്കര സന്തോഷം. മുർഷലിന്റെ എനർജി ഭയങ്കരമാണ്. സിജോ ഭായ് പറഞ്ഞു. ഞാൻ എന്തായാലും നിങ്ങൾ എത്ര ഒരു ഇവരുണ്ടാക്കിയ ട്രാക്ക് കണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ട്രാക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കണ്ടിരിക്കുന്നത്, പക്ഷെ എനിക്ക് ഫൈനൽ ആകുമ്പോൾ എനിക്ക് അവിടെ പോയി കാണുന്ന വണ്ടി ഓടിച്ചു നോക്കുന്ന ആഗ്രഹമുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, റൈഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ദൂരത്തുനിന്ന് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാവരും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു കേക്ക് കട്ടിങ് ചടങ്ങിലേക്ക് പോകാം അല്ലേ, നമ്മുടെ ലൈറ്റ് പോകുന്നതിന് മുമ്പേ. What a wonderful day here at Bolgatti Palace for the Supercross meetup. Very thankful to the whole drivers. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ ഒരു ഇവന്റിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും, എല്ലാ കാർ ഡ്രൈവേഴ്സിനും, എല്ലാ ബൈക്കേഴ്സിനും വെരി 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 താങ്ക്ഫുൾ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. സീരിയസ്ലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഈ ഒരു മോട്ടോർ സ്പോർട്സിനോടും ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയോടും ഈ ഒരു പാഷൻ എത്ര മാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചയിലൂടെ മനസ്സിലാവും. അധികം വൈകിപ്പിക്കാതെ നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് പോകാം. Let's go, 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 go. What a wonderful day, guys. Really had an amazing day at Bolgatti Palace, Kochi. അതായത് ഇപ്പോൾ ലൈറ്റൊക്കെ പോയി എല്ലാവരും ഇപ്പോൾ ഈ ഒരു റാലി എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇവിടുന്ന് മീറ്റപ്പ് ആദ്യം ചെയ്തതിന് ശേഷം നമ്മൾ കാറുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരുപാട് നല്ല മോട്ടോ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ഫ്രണ്ട്സ് ഏർലി മോർണിംഗ് പുലർച്ചയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഈ കൊച്ചിയിൽ കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ കൊച്ചിയിൽ ഇതിൻ്റെ അറൗണ്ടുള്ള ആളുകളുണ്ട്. വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് ആൻഡ് എവറി വൺ. ഇപ്പോൾ ഷിയാസ് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ഷിയാസ് മോങ്ങം. അതായത് ഞാൻ 2011-12 കാലഘട്ടത്തിൽ കോഴിക്കോട് റേസ് നടത്തുന്ന സമയത്ത് നമ്മളൊരു സൂപ്പർ സൺഡേ റാലി കോഴിക്കോട് ബീച്ചിൽ നടത്താറുണ്ട്.
അന്ന് BMW, ബെൻസ് അത് ഇതൊക്കെ പറയുന്നത് കുറച്ചൊരു വില ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ എല്ലാവരുടെ അടുത്തും അതുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് അന്ന് FJ ക്രൂയിസർ ഒട്ടനവധി കാറുകളുമായിട്ട് നമ്മൾ അന്നൊക്കെ നടത്തി. അന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മൈ ഡിയർ ഫ്രണ്ട് ഷിയാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഷോർട്ട് നോട്ടീസിൽ ഷിയാസിൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചു. ജോണ് നമ്മൾ ആൽക്കാസ് ജോണ് സത്യത്തിൽ വെരി താങ്ക്ഫുൾ ബ്രോ. ബിക്കോസ് ഷിയാസിനോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ജോണായിട്ട് ഇവിടെ ഇല്ല, പുള്ളി പുറത്താണുള്ളത്. എന്നിരുന്നാൽ പോലും കാറ് ഡ്രൈവറെ കൊടുത്ത് വിടാം, പരിപാടി ഉഷാറാവട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ജോണേട്ടന് ഒരുപാട് നന്ദി. അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ സ്ലാംഡ് പോയി, ഇപ്പോൾ നിസാൻ 350Z ഖത്തറിലാണ് പിന്നെ ഉള്ളത്. അവന് ഫ്രണ്ട്സായിട്ട് കാറ് കൊടുത്തയച്ച്. ഷംനാഥ് ഒരുപാട് കാലം ഇപ്പോൾ കോർവേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതായത് പേരെടുത്ത് പറയാനാണെങ്കിൽ സത്യത്തിൽ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം കൂടെ പറയാൻ പറ്റുമോ എന്നുള്ളത്, അങ്ങനെ മിസ്സായിട്ടുണ്ടെങ്കിൽ ആരും വിഷമം വിചാരിക്കരുത്. ഇപ്പോൾ മനു ചാലക്കുടി ബൈക്കുകൾ, സൂപ്പർ ബൈക്കുകൾ ഗ്യാദർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള മനുവാണ്. അവരുടെ ടീമിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ക്രോസ് കൺട്രി റൈഡേഴ്സ് എന്നുള്ള രൂപത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളൊരു ടീമാണ്. അവരുടെ ടീം മെമ്പേഴ്സായിട്ടുള്ള ഒരുപാട് വന്നു. സൂപ്പർ ബൈക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് റൈഡേഴ്സ് ഗ്യാദർ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ നജീബ് ഖാ, അതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഡോക്ടർ ഫഹദ് RFC ചാമ്പ്യൻ ആയിട്ടുള്ള, അങ്ങനെ ഒട്ടനവധി ആളുകൾ. മാത്രമല്ല നമ്മളെ ബാംഗ്ലൂർ ഡേയ്സ് മൂവിയിൽ ഉണ്ടായിരുന്ന കോച്ചായിട്ട് വളരെ ആപ്റ്റായിട്ടുള്ള ഒരാളാണെന്ന് ശരിക്കും ഈ ഒരു ഇതിൽ ഗസ്റ്റായിട്ടൊക്കെ വന്നിട്ടുള്ളത് സിജോയ് വർഗീസ്. പുള്ളിയാണ് അത് കോച്ചായിട്ടുള്ളത്. നല്ല ഒരു പവർഫുൾ കോച്ചായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ആ സിനിമയിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ സിജോ ചേട്ടൻ ഈ ഒരു ഇവൻറ്റിനെ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ അതേ ബാംഗ്ലൂർ ഡേയ്സ് മൂവിയിൽ തന്നെയുള്ള നമ്മുടെ സാജിദ് യഹ്യ വളരെ അടുത്തൊരു സുഹൃത്താണ്. എന്ത് കാര്യത്തിന് വിളിച്ചാലും ഫുൾ സപ്പോർട്ടാണ്. ഒരു നല്ല വണ്ടി പ്രാന്തനാണ്, ഒരു മോട്ടോർ സ്പോർട്സ് പ്രേമിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുള്ളി ട്രാക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ആ സിനിമയിൽ നല്ലൊരു റോൾ തന്നെ ഉണ്ട്. ഒരു ടീമിൻ്റെ സ്പിരിറ്റൊക്കെ കാണിക്കുന്നതിൽ ഭയങ്കര ലെവലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട്, എന്ത് തന്നെ ആയാലും ഈ ഒരു പരിപാടി ഇവിടെ നടന്നതായിട്ട് നിങ്ങളെ ബാംഗ്ലൂർ ഡേയ്സ് ടീമിനോട് പറയണം. മാത്രമല്ല നിങ്ങൾ അന്ന് ബാംഗ്ലൂർ ഡേയ്സ് ഷൂട്ട് ചെയ്ത ആ ഒരു പൂനെ റേസാണ്, അതിൻ്റെ 10 മടങ്ങായിട്ടാണ് ഇവിടെ കൊച്ചിയിൽ റേസ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സിനിമയിൽ അന്ന് പ്രവർത്തിച്ച എല്ലാവരും ഈ ഒരു റേസിന് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ബിക്കോസ് എല്ലാവരും കാണണം. ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ റേസ് എന്ന് പറയുന്നത് ഇതിനൊരു കർട്ടൻ ഇവൻ്റാണ്. അതായത് റേസർ എന്നുള്ള രൂപത്തിലാണ് ഇന്നിവിടെ പരിപാടി നടന്നതെങ്കിൽ കൂടെ ആ ഒരു റേസ് സത്യത്തിൽ വേറെ ലെവലാണ് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ പറയുന്നത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മോട്ടോർ സ്പോർട്സ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വണ്ടി ഭ്രാന്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂമെൻറ്റ്സ് ആണ് ഈ റേസിൽ ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് വളരെ കഠിനമായിട്ട് നമ്മളെ ടീം, ഇപ്പോൾ ബാനഡോസ് മോട്ടോർ സ്പോർട്സ് ആണെങ്കിലും KMA മോട്ടോർ സ്പോർട്സ് ആണെങ്കിലും ഗോഡ് സ്പീഡ് റേസിംഗ് ആണെങ്കിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വി വിൽ ഗിവ് യു ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എവർ യു ഹാഡ് ഇൻ യുവർ മോട്ടോർ സ്പോർട്സ് ഇവൻറ്റ്. അതായത് അതിൽ ഗ്യാരണ്ടിയാണ്, അടിവരട്ട് പറയാണ്, തകർത്തിരിക്കും. ഇതൊരു അവസാനമല്ല, ഇനി ഇതൊരു തുടക്കമാണ്. അതായത് അഡ്രിനാലിൻ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതാണ് MRF FMSCI ഇന്റർനാഷണൽ സൂപ്പർ ക്രോസ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫിനാലെ റൗണ്ട് കൊച്ചിയിൽ എന്ന് പറയുന്നത്. ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവല്ല, ഈ പരിപാടി ഇവിടെ അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. ഇനി അപ്കമിങ് ദിവസങ്ങളെന്ന് പറയുന്നത് അഡ്രിനാലിൻ ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ തന്നെ അറ്റം പിടിച്ച് പോകാൻ പോണ ഒരു പരിപാടികളാണ് വരാൻ പോണത്. സോ ഹോപ്പ് ടു സീ യു ഫോർ MRF FMSCI International Supercross Racing Championship in the finale round here at Cochin. So, see you all at the track. Bye-bye. Murshid Banados.